ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം ശ്രീമദ് മഹാഭാഗവതം സപ്തമസ്കന്ധം സപ്തമോധ്യായഃ. ഏഴാമത്തെ അധ്യായത്തിൽ അമ്മയുടെ ഗർഭത്തിലിരിക്കവേ കേട്ട് ധരിച്ച നാരദോപദേശത്തെ അസുരബാലന്മാരുടെ വിശ്വാസത്തിനു വേണ്ടി പ്രഹ്ലാദൻ വിവരിക്കുന്നതാണ് ഈ അധ്യായത്തിൽ പറയുന്നത്. അപ്പോൾ ഇത് പറഞ്ഞു കൊടുക്കുന്നതും നാരദ മഹർഷി തന്നെയാണ്. നാരദ ഉവാച. ഒന്നാമത്തെ ശ്ലോകം. ഏവം ദൈത്യസുതൈഃ പൃഷ്ടഃ മഹാഭാഗവതേ അസുരഃ ഉവാച സ്മയമാനാൻ താൻ സ്മരൻ മദനുഭാഷിതം. ഏവം ഇപ്രകാരം ദൈത്യസുതൈഃ അസുരബാലന്മാരാൽ പൃഷ്ടഃ ചോദിക്കപ്പെട്ടു. നിനക്കെവിടുന്ന് നാരദ മഹർഷി ഇതൊക്കെ പറഞ്ഞു തന്നു? നീ എവിടെ പോയി പഠിച്ചു എന്ന് ചോദിക്കപ്പെട്ട ആ മഹാഭാഗവതഃ അസുരഃ, ഭാഗവതോത്തമനായ പ്രഹ്ലാദൻ, സ്മയമാനാൻ തന്നെ ഇങ്ങനെ അത്ഭുതത്തോടെ നോക്കി നിൽക്കുന്ന താൻ ആ അസുര കുട്ടികളോട് ഇനി പറയുന്നത് മദനുഭാഷിതം എന്നാണ്. അതായത് നാരദ മഹർഷിയാണ് പറഞ്ഞു കൊടുക്കുന്നത്. അതുകൊണ്ട് നാരദ മഹർഷി പറയുന്നു, ഞാൻ എന്തായിരുന്നോ അന്ന് ഉപദേശിച്ചു കൊടുത്തത്, അങ്ങനെയുള്ള എൻ്റെ ഉപദേശവചനത്തെ സ്മരൻ ഓർത്തുകൊണ്ട് അവരോട് ഇപ്രകാരം ഉവാച പറഞ്ഞു. പ്രഹ്ലാദ ഉവാച. രണ്ടാമത്തെ ശ്ലോകം. പിതരി പ്രസ്ഥിതേ അസ്മാകം തപസേ മന്ദരാചലം യുദ്ധോദ്യമം പരം ചക്രുഹു വിബുധാ ദാനവാൻ പ്രതി. അസ്മാകം പിതരി, അതായത് പ്രഹ്ലാദനാണ് പറയുന്നത്, ഞങ്ങളുടെ അച്ഛനായ ഹിരണ്യകശിപു തപസ്സിനായിട്ട് മന്ദരാചലം പ്രസ്ഥിതേ, മന്ദരപർവ്വതത്തിലേക്ക് പോയപ്പോൾ വിബുധാഹ ദേവന്മാർ ആ തക്കം നോക്കി ദാനവാൻ പ്രതി അസുരന്മാരെ ഇല്ലാതാക്കാനായിട്ട് പരം അത്യുഗ്രമായ ഉദ്യമം, യുദ്ധത്തിനുള്ള ഒരുക്കം ചക്രുഹു ചെയ്തു തുടങ്ങി. ഹിരണ്യകശിപു തപസ്സിന് പോയ സമയത്താണ് ദേവന്മാർക്കൊരാശ്വാസമുണ്ടായത്. ആ സമയത്ത് ഈ ദേവന്മാർ അസുരകുലത്തെ ആക്രമിക്കാൻ ഒരുങ്ങി. മൂന്നാമത്തെ ശ്ലോകം. പിപീലികൈഃ അഹിഹി ഇവ ദിഷ്ട്യാ ലോക ഉപതാപനഃ പാപേന പാപഃ അഭക്ഷി ഇതി വാദിനോ വാസവാദയഃ. ഈ വാസവാദയഃ ഇന്ദ്രാദിദേവന്മാർ ഇതി വാദിനഃ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. അതായത് ലോക ഉപതാപനഃ, ലോകവാസികളെ എമ്പാടും ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്ന പാപഃ, കൊടുംപാപി, പിപീലികൈഃ അഹിഹി ഇവ ഉറുമ്പുകളാൽ പാമ്പെന്നതുപോലെ പാപേന അഭക്ഷി താൻ ചെയ്ത പാപത്താൽ തന്നെ ഭക്ഷിക്കപ്പെട്ടു. അത് ദിഷ്ട്യ ഭാഗ്യമായി. അപ്പോൾ ഈ ദേവന്മാർ പറയുകയാണ്, ഹിരണ്യകശിപു ഇത്രയും നാൾ ചെയ്ത പാപത്തിനുള്ള ഫലം അനുഭവിക്കട്ടെ, അനുഭവിക്കാനായി പോയിരിക്കുകയാണല്ലോ എന്ന രീതിയിലൊക്കെയാണ് അവർ സംസാരിച്ചത്. 4-5 ശ്ലോകങ്ങൾ ഒരുമിച്ച് പറയുന്നു. തേഷാം അതിബലോദ്യോഗം നിശമ്യ അസുരയൂഥപാഃ വധ്യമാനാഃ സുരൈഃ ഭീതാഃ ദുദ്രുവുഃ സർവതോ ദിശം. 5-ാമത്തെ ശ്ലോകം. കളത്രപുത്ര മിത്ര ആപ്താൻ ഗൃഹാൻ പശുപരിച്ഛദാൻ ന അവേക്ഷമാണാഃ ത്വരിതാഃ സർവേ പ്രാണപരീപ്സവഃ. ഇങ്ങനെ ദേവന്മാർ വലിയൊരു പുറപ്പാട് നടത്തുന്നുണ്ട് എന്ന് അറിഞ്ഞിട്ട്, അതാണ് തേഷാം അതിബല ഉദ്യോഗം, ഈ ദേവന്മാരുടെ വമ്പിച്ച പടപ്പുറപ്പാടിനെ പറ്റി നിശമ്യ കേട്ടിട്ട്, നാഥനില്ലാത്തത് കൊണ്ട് ഭീതാഹ പേടിച്ച അസുരയൂഥപാഹ അസുര സംഘത്തിലുള്ളവർ സുരൈഹി വധ്യമാനാഹ ദേവന്മാരാൽ വധിക്കപ്പെട്ടേക്കുമോ എന്ന്
പേടിച്ചിട്ട് കളത്ര പുത്ര മിത്ര ആപ്താൻ, അവർ സ്വന്തം ജീവനും കൊണ്ട് ഓടിപ്പോയി സ്വന്തം മക്കളെയും ഭാര്യയെയും സുഹൃത്തുക്കളെയും ഉറ്റബന്ധുക്കളെയും ഗൃഹാൻ വീടുകളെയും പശുപരിച്ഛദാൻ ആടുമാടുകളെയും വീട്ടു സാമാനങ്ങളെയും ന അപേക്ഷമാണഹ തിരിഞ്ഞുപോലും നോക്കാതെ പ്രാണപരീപ്സവഹ ജീവനിൽ മാത്രം കൊതിപൂണ്ട് ത്വരിതാഹ വളരെ വേഗത്തിൽ സർവേ എല്ലാവരും സർവതോ ദിശം എല്ലാ ദിക്കിലേക്കുമായി ദുദ്രുവുഹു ഓട്ടം തുടങ്ങി. ബാക്കി എല്ലാവരും പോയപ്പോഴും പട്ടമഹിഷിയായ പ്രഹ്ലാദന്റെ അമ്മ അവിടെ തന്നെ ഉണ്ടായിരുന്നു. 6-ാമത്തെ ശ്ലോകം. വ്യലുംബൻ രാജശിബിരം അമരാഹ ജയകാംക്ഷിണഃ ഇന്ദ്രഃ തു രാജമഹിഷീം മാതരം മമ ച അഗ്രഹീത്. ജയകാംക്ഷിണഃ ജയേച്ഛുക്കളായ അമരാഹ ദേവന്മാർ രാജശിബിരം അസുര രാജധാനിയെ വ്യലുംബൻ കൊള്ളയടിച്ചു. മാത്രമല്ല ഇന്ദ്രഹാത്തു ഇന്ദ്രനാകട്ടെ രാജമഹിഷീം രാജപത്നിയായ മമ മാതരം ച എൻ്റെ അമ്മയെയും അഗ്രഹീത് പിടികൂടി എന്ന് പ്രഹ്ലാദൻ പറയുന്നു. 7-ാമത്തെ ശ്ലോകം. നീയമാനാം ഭയ ഉദ്വിഗ്നാം രുദതീം കുരരീം ഇവ യദൃച്ഛയ ആഗതഃ തത്ര ദേവർഷിഃ ദദൃശേ പഥി. നീയമാനാം ഈ ദേവനാൽ ഇന്ദ്രനാൽ ബലാത്കാരേണ കൊണ്ടുപോകപ്പെട്ടിരുന്നവളും ഭയ ഉദുവിഗ്നാം ഭീതിയാൽ ആണ്ടിരിക്കുന്നവളും അങ്ങനെയുള്ള കുരരീം ഇവ ഒരു പക്ഷിയെപ്പോലെ രുദതീം കരയുന്നവളുമായ എൻ്റെ അമ്മയെ എന്ന് നമ്മൾ അവിടെ ചേർക്കണം. യദൃച്ഛയ എന്തായാലും ദൈവഗത്യ തത്രാഗതഃ അവിടെ വന്നു ചേർന്ന ഈ പോകുന്ന വഴിക്ക് ഇന്ദ്രൻ ഈ പ്രഹ്ലാദന്റെ അമ്മയെയും കൂട്ടി പോകുന്ന വഴിക്ക് അവിടെ എത്തിച്ചേർന്ന ദേവർഷിഹി നാരദ മഹർഷി പഥി ദദൃശേ വഴിയിൽ വെച്ച് ഇവരെ കണ്ടു. 8-ാമത്തെ ശ്ലോകം. നാരദ മഹർഷി ഇപ്രകാരം ആ ദേവേന്ദ്രനോട് പറഞ്ഞു എന്ന് പ്രഹ്ലാദൻ പറയുകയാണ്. പ്രാഹ മയേനാം സുരപതേ നേതും അർഹസി അനാഗസം മുഞ്ച മുഞ്ച മഹാഭാഗ സതീം പരപരിഗ്രഹം. നാരദ മഹർഷി പ്രാഹ പറഞ്ഞു, ഹേ സുരപതേ, അനാഗസം ഒരു തെറ്റും ചെയ്യാത്ത ഏനാം ഇവളെ നേതും അർഹസി കൊണ്ടുപോകാൻ അങ്ങേക്ക് ഒരു അധികാരവുമില്ല. ഹേ മഹാഭാഗ, പരപരിഗ്രഹം അന്യപത്നിയെ അങ്ങനെ അന്യപത്നിയായ പതിവ്രതയെ സതീം മുഞ്ച മുഞ്ച വിട്ടയക്കൂ, എന്തിനാണ് ഇവളെ പിടിച്ചു കൊണ്ടുപോകുന്നത്? ഇത് കേട്ട് ഇന്ദ്ര ഉവാച. 9-ാമത്തെ ശ്ലോകം. ആസ്തേ അസ്യാഹ ജഠരേ വീര്യം അവിഷഹ്യം സുരദ്വിഷഃ ആസ്യതാം യാവത് പ്രസവം മോക്ഷേ അർത്ഥപദവീം ഗതഃ. അസ്യാഹ ജഠരെ ഇവളുടെ വയറ്റിൽ സുരദ്വിഷഃ ദേവന്മാരെ ദ്വേഷിക്കുന്ന ആ അസുരനായ ഹിരണ്യകശിപുവിന്റെ അവിഷഹ്യം പൊറുക്കരുതാത്ത വീര്യം ആസ്തേ ബീജം കരു ഉണ്ട്. അതുകൊണ്ട് ഇവൾ പ്രസവം യാവത്ത് പ്രസവിക്കുന്നത് വരെ ആസ്യതാം എൻ്റെ അധീനതയിലിരിക്കട്ടെ. ഞാൻ ഒരു കാര്യം ഉദ്ദേശിച്ചിട്ടുണ്ട്, ആ ഒരു അർത്ഥപദവിയും കാര്യം നടന്നു കഴിഞ്ഞാൽ ഗതഃ മോക്ഷേ അപ്പോൾ ഞാൻ ഇവളെ വിട്ടയക്കാം. അതുവരെ ഇവൾ എൻ്റെ അടുത്തിരിക്കട്ടെ. അതായത് ഇവൾ പ്രസവിച്ചു കഴിഞ്ഞ് ആ ശിശുവിനെ കൊന്നു കഴിഞ്ഞ് ഞാൻ ഇവളെ വിട്ടുകൊള്ളാം. അപ്പോൾ നാരദ മഹർഷി പറയുകയാണ് 10-ാമത്തെ ശ്ലോകം. അപ്പോൾ ഇവിടെ നാരദ മഹർഷി മുൻകൂട്ടി അറിഞ്ഞതുപോലെയാണ് പറയുന്നത്, ഇവളുടെ വയറ്റിലിരിക്കുന്ന ആ കുഞ്ഞ് അവൻ മഹാഭാഗവതനാണ് എന്ന്. അപ്പോൾ മുജ്ജന്മ ഫലമായിട്ട് ഒരു പക്ഷേ നരസിംഹാവതാരത്തിനൊരു കാരണക്കാരനായിട്ട് ഇങ്ങനെ ഒരു കുഞ്ഞ് ജനിക്കണം എന്നത് ഭഗവാന്റെ തന്നെ നിശ്ചയമായിരിക്കാം. 10-ാമത്തെ ശ്ലോകം. അയം നിഷ്കിൽബിഷഃ സാക്ഷാൻ മഹാഭാഗവതോ മഹാൻ ത്വയാ ന പ്രാപ്സ്യത്തെ സംസ്ഥാം അനന്ത അനുചരഃ ബലി. നിഷ്കിൽബിഷഃ ഒരു പാപവും ചെയ്യാത്ത സാക്ഷാത് മഹാഭാഗവതഃ
ശരിക്കും പരമ ഭാഗവതനും മഹാൻ മഹിമയുള്ളവനും അനന്ത അനുചരഹ ഭഗവാൻ ശ്രീനാരായണന്റെ ഭൃത്യനും ബലവാനുമായ അയം ഇവൻ ഈ ഗർഭസ്ഥ ശിശു ത്വയാ സംസ്ഥാം അങ്ങയാൽ മരണത്തെ ന പ്രാപ്സ്യതേ പ്രാപിക്കപ്പെടുകയില്ല. അത് അങ്ങയുടെ വെറും വ്യാമോഹം മാത്രമാണ്. എന്നാൽ നാരദ മഹർഷിയുടെ ആ വാക്കിനെ ശിരസാ വഹിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു ഭാഗവതോത്തമനെ പ്രസവിക്കാൻ പോകുന്ന ആ അമ്മയെ നമസ്കരിച്ചുകൊണ്ടാണ് ദേവേന്ദ്രൻ തിരിച്ചുപോയത്. അതാണ് 11ാമത്തെ ശ്ലോകം. ഇത്യുക്തഃ താം വിഹായ ഇന്ദ്രഃ ദേവർഷേഃ മാനയൻ വചഃ അനന്തപ്രിയഭക്ത്യാ യേനാം പരിക്രമ്യ ദിവം യയൗ. ഇതി ഉക്തഃ ഇന്ദ്രഃ, ഇപ്രകാരം പറഞ്ഞറിയിക്കപ്പെട്ട ദേവേന്ദ്രൻ ദേവർഷേഃ വാചഃ, നാരദ മഹർഷിയുടെ വാക്കിനെ മാനയൻ ആദരിച്ചുകൊണ്ട് താം വിഹായ, ഈ സ്ത്രീയെ വിട്ടിട്ട് അനന്തപ്രിയ ഭക്ത്യ, ഭഗവാനോടുള്ള ആ ഭക്തി നിമിത്തം ഏനാം പരിക്രമ്യ, ഗർഭിണിയായ അവളെ പരിക്രമ്യ പ്രദക്ഷിണം ചെയ്ത് ദിവം യയൗ, സ്വർഗലോകത്തേക്ക് തിരിച്ചുപോയി. 12ാമത്തെ ശ്ലോകം. തതഃ നഹ മാതരം ഋഷിഃ സമാനീയ നിജാശ്രമം ആശ്വാസ്യ ഇഹ ഉഷ്യതാം വത്സേ യാവത് തേ പത്യുഃ ആഗമഃ. തതഃ അനന്തരം ഋഷിഃ, നാരദ മഹർഷി, നഹ മാതരം, ഞങ്ങളുടെ അമ്മയെ, നിജാശ്രമം, തൻ്റെ ആശ്രമത്തിലേക്ക് സമാനീയ, കൂട്ടിക്കൊണ്ടുവന്ന് ആശ്വാസ്യ, ആശ്വസിപ്പിച്ച് ഇപ്രകാരം അരുളി ചെയ്തു. വത്സേ തേ പത്യുഹു, നിന്റെ ഭർത്താവിൻ്റെ ആഗമഹ, തിരിച്ചുവരവ്, യാവത്, ഉണ്ടാവും വരെ, ഇഹ ഉഷ്യതാം, ഇവിടെ താമസിച്ചുകൊള്ളൂ. അങ്ങനെ നാരദ മഹർഷിയുടെ ആ സംരക്ഷണയിൽ പ്രഹ്ലാദന്റെ അമ്മ താമസിച്ചു എന്ന് പറയുന്നു. 13ാമത്തെ ശ്ലോകം. തഥാ ഇതി അവാത്സേത് ദേവർഷേഃ അന്തി സാ അപി അകുതോ ഭയാ യാവത് ദൈത്യപതിഃ ഘോരാത് തപസഃ ന ന്യവർത്തത. സാ അപി, അങ്ങനെ അവളും, ഗർഭിണിയായിരിക്കുന്ന പ്രഹ്ലാദന്റെ അമ്മയും, തഥാ ഇതി, അങ്ങനെയെന്ന് സമ്മതിച്ച്, ദൈത്യപതിഃ, അസുരാധിപനായ ഹിരണ്യകശിപു, ഘോരാത് തപസ്സഹ, ദാരുണമായ തപസ്സിന് ശേഷം, യാവത് ന ന്യവർത്തത, തിരിച്ചെത്താത്ത കാലം വരേക്കും, ദേവർഷേഃ അന്തി, ദേവർഷിയുടെ അടുക്കൽ, അകുതോ ഭയാഃ അവാത്സേത്, ഭയമില്ലാതെ അവിടെ താമസിച്ചു. 14ാമത്തെ ശ്ലോകം. ഋഷിം പര്യചരത് തത്ര ഭക്ത്യാ പരമയാ സതി അന്തർവത്നി സ്വഗർഭസ്യ ക്ഷേമായ ഇച്ഛാപ്രസൂതയെ. അന്തർവത്നി എന്നാൽ ഗർഭവതിയും സതി സാധ്വിയുമായ ആ സ്ത്രീ സ്വഗർഭസ്യ ക്ഷേമായ, തൻ്റെ ഗർഭസ്ഥ ശിശുവിൻ്റെ ക്ഷേമത്തിനും, അതുപോലെ ഹിരണ്യകശിപു വന്നതിന് ശേഷം പ്രസവിച്ചാൽ മതി എന്നായിരുന്നു അവരുടെ ആഗ്രഹം. അതുകൊണ്ട് താൻ ആഗ്രഹിക്കുന്ന സമയത്ത് പ്രസവിക്കാൻ, അതാണ് ഇച്ഛാപ്രസൂതയെ, തനിക്കെപ്പോഴാണോ പ്രസവം സംഭവിക്കേണ്ടത് അപ്പോൾ മാത്രം പ്രസവിക്കണം, അതുവരെ ഈ കുഞ്ഞ് സുരക്ഷിതനായിട്ടിരിക്കണം എന്നതിനാൽ പരമയാ ഭക്ത്യ, മികച്ച ഭക്തിയോടെ, തത്ര ഋഷിം പരിചരത്, അവിടെ ഇരുന്ന് ഋഷിയെ പരിചരിച്ചു. 15ാമത്തെ ശ്ലോകം. ഋഷിഃ കാരുണികഃ തസ്യാഹ പ്രാദാത് ഉഭയം ഈശ്വരഃ ധർമ്മസ്യ തത്വം ജ്ഞാനം ച മാം അപി ഉദ്ദിശ്യ നിർമ്മലം. കാരുണികഃ ഈശ്വരഃ, ദീനദയാലുവും സമർത്ഥനുമായ, സർവസമർത്ഥനുമായ നാരദ മഹർഷി, തസ്യാഹ, അമ്മയുടെ ദുഃഖശമനത്തിനു വേണ്ടി, മാമപി ഉദ്ദേശ്യ, ഗർഭസ്ഥ ശിശുവായ ഞാൻ കൂടി കേൾക്കട്ടെ എന്ന് ഉദ്ദേശിച്ച് തന്നെ, ധർമ്മസ്യ, ഭാഗവത ധർമ്മത്തിൻ്റെ തത്വം, രഹസ്യത്തെയും, നിർമ്മലം ജ്ഞാനം ച, വിശുദ്ധമായ ആത്മജ്ഞാനത്തെയും, അതായത് ഭാഗവത ധർമ്മം എന്നാൽ ഭക്തിയോഗം, ആത്മജ്ഞാനം എന്ന് പറയുമ്പോൾ അത് സാഖ്യയോഗം,
ഇങ്ങനെ ഉഭയം രണ്ടിനെയും പ്രാതാത്ത് എൻ്റെ അമ്മയ്ക്ക് ഉപദേശിച്ചു കൊടുത്തു. ഇവിടെ ഗർഭസ്ഥ ശിശു എപ്പോഴാണ് കേൾക്കുക എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഗർഭിണികളാകുന്ന സ്ത്രീകൾ അവരുറങ്ങിയാൽ പോലും ആ സമയത്തും ഇത്തരം ആധ്യാത്മിക പ്രഭാഷണങ്ങളൊക്കെ ആ അമ്മയുടെ അടുത്ത് ഒരു ഫോണിലോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും അത് വെച്ചു കൊടുത്താൽ ചിലപ്പോൾ അമ്മ ഉറക്കത്തിലാണെങ്കിലും കുഞ്ഞത് കേൾക്കും. പ്രഹ്ലാദൻ തുടർന്ന് പറയുന്നു, എന്നെ ഉദ്ദേശിച്ച് നാരദ മഹർഷി ഉപദേശിച്ചതിനാൽ, ശരിക്കും ഒരു ദീക്ഷ തന്ന് ഉപദേശിച്ചതുപോലെ ആയതുകൊണ്ട് ഞാനിപ്പോഴും ഓർക്കുന്നു. പക്ഷെ എൻ്റെ അമ്മ അത് മറന്നുപോയി. കാരണം 16-ാമത്തെ ശ്ലോകം, തത് തു കാലസ്യ ദീർഘത്വാത് സ്ത്രീത്വാത് മാതുഹു തിരോദധേ ഋഷിണ അനുഗൃഹീതം മാം ന അധുനാ അപി അജഹാത് സ്മൃതി. എന്നാൽ ഇങ്ങനെ ഉപദേശിച്ചത് തത് തു ആകട്ടെ കാലസ്യ ദീർഘത്വാത്, ഇത് ഒരുപാട് കാലമായി മഹർഷി ഉപദേശിച്ചിട്ട്, അതായത് അമ്മയെ സംബന്ധിച്ച് ഹിരണ്യകശിപുവിന്റെ തപസ് കഴിയുന്നത് വരെ പ്രസവിക്കാതിരുന്നു എന്നാണ്. എന്നാൽ ഉള്ളിലിരുന്ന കുഞ്ഞ് ഇത് ഓർത്തു. അതാണ് ആ അമ്മ ദൈർഘ്യം കൊണ്ടും ഒരുപാട് കാലം ഉപദേശിച്ചതിന് ശേഷം ആയി കഴിഞ്ഞു എന്നതിനാലും സ്ത്രീത്വാത്, സ്ത്രീ സഹജമായ ചഞ്ചലത കൊണ്ടും മാതുഹു തിരോദധേ, അമ്മയിൽ നിന്ന് ഇത് തിരോധാനം ചെയ്തു. എന്നാൽ ഋഷിണ അനുഗൃഹീതം, നാരദമുനിയാൽ ആശീർവദിക്കപ്പെട്ട മാം, എന്നെ അധുനാ അപി, ഇപ്പോൾ കൂടി ആ സ്മൃതി, ഓർമ്മ ന അജഹാത്, വിട്ടുപോയിട്ടില്ല. ഇത് കാണിക്കുന്നത് ഒരു ഗുരുവിന്റെ അനുഗ്രഹം ഉണ്ടായാൽ മാത്രമേ നമ്മുടെ ഓർമ്മ പോലും നിലനിൽക്കുകയുള്ളൂ, പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ആധ്യാത്മിക കാര്യങ്ങൾ. അപ്പോൾ പ്രഹ്ലാദനെ തന്നെ ഉദ്ദേശിച്ച് മഹർഷി ഉപദേശിച്ചതിനാൽ ആ മഹർഷിയുടെ അനുഗ്രഹവും കൂടെ അവിടെ വന്നു. ഇത് ഒരിക്കലും മറന്നു പോകാതിരിക്കട്ടെ. അതുകൊണ്ട് പ്രഹ്ലാദൻ ഇപ്പോഴും ഓർക്കുന്നു. എന്നാൽ പ്രഹ്ലാദൻ പറയുന്നു, നിങ്ങൾ കുട്ടികളാണ്, നിങ്ങൾക്ക് ശ്രദ്ധയുണ്ടെങ്കിൽ എൻ്റെ ഈ വാക്ക് എപ്പോഴും നിങ്ങൾ ഓർക്കും എന്ന് പറയുന്നു. 17-ാമത്തെ ശ്ലോകം, ഭവതാം അപി ഭൂയാത് മേ യദി ശ്രദ്ധധതേ വചഃ വൈശാരദീ ധീഃ ശ്രദ്ധാതഃ സ്ത്രീ ബാലാനാം ച മേ യഥാ. മേ വചഃ, എൻ്റെ വാക്ക് നിങ്ങൾ ശ്രദ്ധധതേ, ശ്രദ്ധിക്കുന്നു, യതി എങ്കിൽ, ഭവതാം അഭിഭൂയാത്, നിങ്ങൾക്കും ഈ അറിവ് ഉണ്ടാകുന്നതാണ്. കാരണം ശ്രദ്ധാതഃ, ശ്രദ്ധയാൽ, സ്ത്രീ ബാലാനാം ധീഹിച്ച, സ്ത്രീകളുടെയും കുട്ടികളുടെയും ബുദ്ധി കൂടി, മേ യഥാ, എൻ്റേതെന്നതുപോലെ, വൈശാരദി, തെളിമയുള്ളതായി തീരുന്നു. അപ്പോൾ ബുദ്ധി തെളിമയുള്ളതാകാൻ അവനവനെ കുറിച്ചുള്ള ചിന്ത വേണം. അതായത് മനനം ചെയ്തുകൊണ്ടിരിക്കണം, ഞാൻ ഈ ശരീരമല്ല ആത്മാവാണ് എന്ന്. ഇങ്ങനെ ദേഹാദികളിൽ അഹംബുദ്ധി ഉണ്ടാവാതെ ഇരിക്കുക എന്നതാണ് ബുദ്ധിയുടെ തെളിമ. അപ്പോൾ ബുദ്ധിക്ക് തെളിമ വന്നു എന്ന് മനസ്സിലാക്കണമെങ്കിൽ അനാവശ്യമായി ഈ ദേഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലുള്ള ആശങ്കകൾ ഒഴിവായിട്ടുണ്ടോ എന്ന് ശ്രദ്ധിച്ചാൽ മതി. അങ്ങനെ ദേഹാദികളെ സംബന്ധിച്ച യാതൊന്നിനെ കുറിച്ചും ആശങ്കയില്ല എങ്കിൽ അതിനർത്ഥം ബുദ്ധിക്ക് തെളിമയുണ്ടായി എന്നാണ്. അപ്പോൾ ഇങ്ങനെ നാരദ മഹർഷി ഉപദേശിച്ചു കൊടുത്ത ഈ ഒരു അറിവിനെ നമ്മുടെ ദേഹവുമായിട്ട് ബന്ധമില്ലാത്ത ആത്മാവിനെ കുറിച്ച് ചിന്തിക്കാനായിട്ട് പറഞ്ഞു കൊടുക്കുന്നു. 18-ാമത്തെ ശ്ലോകം, ജന്മാദ്യാഹ ഷഡ് ഇമേ ഭാവാഹ ദൃഷ്ടാഹ ദേഹസ്യ ന ആത്മനഃ ഫലാനാം ഇവ വൃക്ഷസ്യ കാലേന ഈശ്വരമൂർത്തിന. ഈശ്വരമൂർത്തിന, ആ ഭഗവാനാകുന്ന കാലേന, കാലശക്തിയാൽ, ജന്മാദ്യാഹ, ജനനം മുതലായ, അതായത് ജായതേ, നമ്മൾ ആദ്യം ഉണ്ടാകുന്നു. ഈ ലോകത്തിലുള്ള എല്ലാ പ്രാണികളും ആദ്യം ഉണ്ടാവുന്നു, പിന്നെ അസ്ഥി,
നിലകൊള്ളുന്നു, വർദ്ധതെ വളരുന്നു, വിപരിണമതേ അതിന് രൂപഭേദം സംഭവിക്കുന്നു, പിന്നെ ഒരു ഘട്ടം കഴിയുമ്പോൾ പതുക്കെ വീണ്ടും ശരീരം നശിക്കാൻ തുടങ്ങുന്നു, അപക്ഷീയതേ ക്ഷയിക്കുന്നു, പിന്നെ നശ്യതി നശിക്കുന്നു. ഇതാണ് 6 ഭാവങ്ങൾ. അപ്പോൾ ഈ ഇമേ ഷട്ട് ഭാവാഹ ഈ 6 വിധം ഭാവമാറ്റങ്ങൾ, ഇതിന് നല്ലൊരു ഉദാഹരണം പറയുകയാണ്. അതായത് ഒരു വൃക്ഷം അതിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കഴിഞ്ഞ് അതിൽ ഉദാഹരണത്തിന് നമുക്ക് മാവ് എടുക്കാം. ആ വൃക്ഷം മാവ് നന്നായിട്ട് വളർന്നു കഴിഞ്ഞ് മാങ്ങയുടെ ആദ്യം അതിൻ്റെ പൂങ്കുലകൾ ഉണ്ടാകുന്നു, അതിൽ നിന്ന് ചെറിയ ഉണ്ണിമാങ്ങകൾ ഉണ്ടാകുന്നു. ഇങ്ങനെ ഓരോ മാറ്റം ഈ മാങ്ങയ്ക്ക് സംഭവിക്കുന്നു. പക്ഷെ ഇതൊന്നും ആ വൃക്ഷത്തെ ബാധിക്കുന്നില്ല. വൃക്ഷത്തിൽ അതിനനുസരിച്ച് ഒരു മാറ്റവും സംഭവിക്കുന്നില്ല എന്നതുപോലെ വൃക്ഷസ്യ ഫലാനാം ഇവ വൃക്ഷത്തിലെ ഫലങ്ങൾക്ക് മാറ്റമുണ്ടാകുന്നു എന്നതുപോലെ ദേഹസ്യ നമ്മുടെ ഈ ദേഹത്തിന് മാത്രമേ ഈ പറയുന്ന 6 ഭാവമാറ്റങ്ങൾ ദൃഷ്ടാഹ കാണപ്പെടുന്നുള്ളൂ. അത് ആത്മനഹാന ആത്മാവിന് ഇല്ല. ഇനി ആത്മാവിന്റെ സ്വഭാവം പലതവണ പറഞ്ഞു കഴിഞ്ഞതാണ്, ഒന്ന് വായിച്ചു പോകാം. 19ാമത്തെ ശ്ലോകം. ആത്മാ നിത്യഃ അവ്യയഃ ശുദ്ധഃ ഏകഃ ക്ഷേത്രജ്ഞഃ ആശ്രയഃ അവിക്രിയഃ സ്വദൃക് ഹേതുഃ വ്യാപകഃ അസംഖ്യ അനാവൃതഃ അസംഖ്യൈ അനാവൃതഃ ഒന്നിനോടും ഒട്ടിപ്പിടിക്കാത്തവനും യാതൊരു വിധത്തിലുള്ള ആവരണം ഇല്ലാത്തവനും സർവവ്യാപിയും പ്രത്യേകിച്ചൊരു കർമ്മവും ഇല്ലാത്തവനും, അങ്ങനെ എപ്പോഴും പറയുന്ന ആത്മാവിന്റെ ആ ലക്ഷണങ്ങളാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. 20ാമത്തെ ശ്ലോകം. ഏതൈഹി ദ്വാദശഭിഹി വിദ്വാൻ ആത്മനോ ലക്ഷണൈഹി പരൈഹി അഹം മമ ഇതി അസദ്ഭാവം ദേഹാദൗ മോഹജം ത്യജേത്. ഇങ്ങനെ ഇപ്പോൾ പറഞ്ഞ ആത്മാവിന്റെ ലക്ഷണങ്ങൾ 12 ഇങ്ങനെ ആത്മനഃ ഏതൈഹി ആത്മാവിന്റെ ഇപ്രകാരമുള്ള പരൈഹി ദ്വാദശാഭിഹി 12 ശ്രേഷ്ഠങ്ങളായ ലക്ഷണൈഹി ലക്ഷണങ്ങളാൽ വിദ്വാൻ ദേഹ ആത്മവിവേകം ഉണ്ടായവൻ. ദേഹത്തിന് ഇന്നതൊക്കെയുണ്ട്, എന്നാൽ ആത്മാവിന് ഇതില്ല. ദേഹത്തിന് നാശമുണ്ട്, ആത്മാവിന് നാശമില്ല. ദേഹം അസ്വതന്ത്രമാണ്, ആത്മാവ് സ്വതന്ത്രമാണ്. ഇങ്ങനെയുള്ള ആ വിവേക ബുദ്ധി ഉള്ളവൻ ദേഹാദൗ ദേഹാദിയിൽ മോഹജം മോഹം നിമിത്തമുണ്ടായ അഹം മമ ഇതി ഞാനെന്നും എന്റേതെന്നും ഉള്ള അസദ്ഭാവം ആ മിഥ്യാബോധത്തെ ത്യജേത് പരിത്യജിക്കണം. അപ്പോൾ എനിക്ക് തോന്നുന്നു എന്ന് നമ്മുടെ മനസ്സിൽ ആ ഒരു തോന്നൽ വരുമ്പോൾ അപ്പോൾ തന്നെ തിരിച്ചു ചോദിക്കുക, ഈ എനിക്ക് എന്ന് പറഞ്ഞല്ലോ, ഈ ഞാൻ ആരാണ്? ഇങ്ങനെ ഇടയ്ക്കിടെ നമ്മൾ നമ്മളോട് തന്നെ ചോദിച്ചുകൊണ്ടേയിരുന്നാൽ നമുക്ക് ഒരു ഘട്ടം എത്തുമ്പോൾ ആ ദേഹത്തിനോടുള്ള ആസക്തി ഇല്ലാതെയാകും. ഇങ്ങനെ നിരന്തരം ദേഹത്തെ ആത്മാവിൽ നിന്നും വ്യത്യസ്തമാണ് എന്ന് സ്വയം മനനം ചെയ്തുകൊണ്ടേയിരിക്കണം. അങ്ങനെ ഏതുപോലെ ചെയ്യണം എന്ന് പറയുന്നു. 21ാമത്തെ ശ്ലോകം. സ്വർണം യഥാ ഗ്രാവസു ഹേമകാരഃ ക്ഷേത്രേഷു യോഗൈഃ തദഭിജ്ഞഃ ആപ്നുയാത് ക്ഷേത്രേഷു ദേഹേഷു തഥാ ആത്മയോഗൈഃ അധ്യാത്മവിദ് ബ്രഹ്മഗതിം ലഭേത്. സ്വർണം കുഴിച്ചെടുക്കുന്ന ഖനികളിൽ അവിടെ നിന്ന് നേരിട്ട് കിട്ടുന്ന സ്വർണത്തിന് ഒരു തിളക്കവും ഉണ്ടാവുകയില്ല. കാരണം അതിലാകെ മണ്ണ് പുരണ്ടിട്ടുണ്ടാകും. അപ്പോൾ യഥാ ഏത് പ്രകാരം ക്ഷേത്രേഷു ഇങ്ങനെ സ്വർണ ഖനി പ്രദേശങ്ങളിലെ ഗ്രാവസു സ്വർണം ഒരു കല്ല് പോലെയാണ് കിട്ടുക. ആ കല്ലുകളിൽ കലർന്ന സ്വർണത്തെ തദഭിജ്ഞഃ അതിൻ്റെ പരിജ്ഞാനമുള്ള ഹേമകാരഃ സ്വർണപ്പണിക്കാരൻ അതിനെ എങ്ങനെ ശുദ്ധി ചെയ്തെടുക്കുന്നുവോ അതാണ് യോഗൈഹി അതിനെ ശുദ്ധി ചെയ്തെടുക്കാനുള്ള കൗശലങ്ങളാൽ ആപ്നുയാത് അങ്ങനെ ശുദ്ധമായ സ്വർണം അതിൽ നിന്ന് എങ്ങനെ എടുക്കുന്നുവോ തഥാ ഇത് പ്രകാരം ക്ഷേത്രേഷു ഒരു ക്ഷേത്രമാകുന്ന ഈ ശരീരത്തിൽ ക്ഷേത്രേഷു ദേഹേഷു അധ്യാത്മവിത്ത്
ഇങ്ങനെ ആത്മജ്ഞാനമുള്ളവൻ ആത്മയോഗൈഹി ആത്മ ഉപലബ്ധിക്ക് ഉതകുന്ന സാധനകളിലൂടെ, അതായത് എന്നും മനനം ചെയ്യുക, അത് തന്നെയേ ഉള്ളൂ ഇതിനുള്ള ഏറ്റവും വലിയ സാധന. ഈ ശരീരം ഞാനല്ല ഞാനല്ല എന്നിങ്ങനെ ചിന്തിച്ചുകൊണ്ടേയിരിക്കുക. ഈ ശരീരത്തിന് വരുന്നതൊന്നും എൻ്റേത് എന്ന് പറയാൻ പറ്റില്ല. അതൊക്കെ പ്രകൃതിയിലെ ഓരോരോ ഭാവമാറ്റങ്ങളാണ്. ഇങ്ങനെ നിരന്തരം വിചാരം ചെയ്യുക. ഏതുപോലെയാണോ ആ ഖനിയിൽ നിന്ന് കിട്ടുന്ന ഒരു കല്ല് കഷ്ണത്തെ അതിലുള്ള സ്വർണമല്ലാത്തതിനെ എല്ലാം മാറ്റിയിട്ട് സ്വർണത്തെ വേർതിരിച്ചെടുക്കുന്നത്, ഇതുപോലെ ബ്രഹ്മഗതി ലഭേദ ആ ആത്മസാക്ഷാത്കാരത്തെ സാധിക്കുന്നതാണ്. ഇങ്ങനെ ആത്മജ്ഞാനത്തിനും ആത്മോപലബ്ധിക്കുമുള്ള മാർഗങ്ങൾ വീണ്ടും പറയുകയാണ്. 22ാമത്തെ ശ്ലോകം. അഷ്ടൗ പ്രകൃതയഃ പ്രോക്താഃ ത്രയ ഏവ ഹി തദ്ഗുണാഃ വികാരാഃ ഷോഡശാചാര്യൈഃ പുമാനേകഃ സമന്വയാത്. പ്രകൃതയഃ ഈ ലോകം ഇങ്ങനെ കാണപ്പെടുന്നതിന് ഉപാദാനമാകുന്ന ആധാരമായിരിക്കുന്ന കാരണങ്ങളാണ് മൂലതത്വങ്ങൾ. അവ അഷ്ടൗ എട്ടാണെന്നും തദ്ഗുണാഃ ഹി അവയെ സംബന്ധിച്ച ഗുണങ്ങളാകട്ടെ ത്രയഃ ഏവ മൂന്ന് തന്നെയാണെന്നും വികാരാഹ അതിൽ നിന്നുണ്ടാകുന്ന കാര്യരൂപേണയുള്ള ആ വികാരങ്ങൾ ഷോഡശ 16 പിന്നെ ഇതിനെല്ലാം സമന്വയാത് സാക്ഷിയായിട്ട് ഇതിനോട് ചേർന്നിരിക്കുന്ന പുമാൻ ആ പുരുഷൻ ഏകഃ ഒന്നാണെന്നും ആചാര്യൈഹി പ്രോക്താഹ സാഖ്യാചാര്യന്മാരാൽ പ്രവചിക്കപ്പെട്ടിരിക്കുന്നു. സത്വം രജസ് തമസ് എന്നീ 3 ഗുണങ്ങൾക്ക് ആധാരങ്ങളായ പ്രകൃതിയുടെ മൂലകാരണ തത്വങ്ങൾ 8. അതായത് മൂലപ്രകൃതി, മഹത്തത്വം, അഹങ്കാരം, പഞ്ചതന്മാത്രകൾ. ഇതിൽ നിന്നുണ്ടായ വികാരങ്ങൾ 16, 10 ഇന്ദ്രിയങ്ങൾ, കർമ്മേന്ദ്രിയങ്ങളും ജ്ഞാനേന്ദ്രിയങ്ങളും ചേർന്ന 10 ഇന്ദ്രിയങ്ങൾ, പിന്നെ മനസ്സ്, 5 ഭൂതങ്ങൾ, പൃഥ്വി, അപ്തേജോ, വായുരാകാശം. ഈ 24 തത്വങ്ങളിലും അതിനോട് ചേർന്നിരിക്കുന്ന അതിനെയെല്ലാം ചൈതന്യവത്താക്കുന്ന ആ ആത്മതത്വമാണ് പുരുഷൻ. 23, 24 ശ്ലോകങ്ങൾ ഒരുമിച്ച് പറയുന്നു. ദേഹഃ തു സർവസംഘാതോ ജഗത് തസ്തുഃ ഇതി ദ്വിധാ തത്രയേവ മൃഗ്യഃ പുരുഷഃ നേതി നേതി ഇതി അതത്യജൻ. 24 അന്വയ വ്യതിരേകേണ വിവേകേന ഉഷത ആത്മന സർഗസ്ഥാന സമാംനായൈഃ വിമൃശദ്ഭിഃ അസത്വരൈഃ. ഇപ്പോൾ ഈ പറഞ്ഞ പ്രകൃതി തത്വങ്ങളുടെ ഒരു ആകെത്തുകയാണ് ഈ ശരീരം. അതാണ് ദേഹഃ തു സർവസംഘാതഃ. ഇത് തന്നെ ജഗത്ത് തസ്തുഃ ചലിക്കുന്നത് ചലിക്കാത്തത് എന്ന് ദ്വിധ 2 തരമുണ്ട്. തത്രയേവ അതിൽ തന്നെ. നമ്മുടെ ശരീരത്തെ നമുക്ക് ആത്മാവല്ല എന്ന് ചിന്തിക്കാമെങ്കിലും പലരും തെറ്റിദ്ധരിക്കുന്നത് മനസ്സിനെയാണ്. അപ്പോൾ മനസ്സാണ് ഞാൻ എന്ന് ചിന്തിക്കാറുണ്ട്. എന്നാൽ നേതി നേതി ഇതി ഈ മനസ്സും ഞാനല്ല. കാരണം എപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്, ഉറക്കത്തിൽ നമ്മൾ പൂർണ്ണമായ സുഷുപ്തിയിൽ ആകുമ്പോൾ ഈ മനസ്സേ ഇല്ല. പക്ഷെ നമ്മൾ ആരും ഇല്ലാതാകുന്നില്ല. അതിനെ വിചാരം ചെയ്തുകൊണ്ട് ഈ മനസ്സും ഞാനല്ല എന്ന് ചിന്തിക്കണം. അതത്യജൻ ഇങ്ങനെ താനല്ലാത്തതിനോടുള്ള ഈ ആസക്തി വിട്ടുവിട്ടു കൊണ്ടുവരണം. അങ്ങനെ ഉള്ളിലിരിക്കുന്ന ആ ഈശ്വര ചൈതന്യത്തെ അറിയാൻ, അതിലേക്കൊരു ശ്രദ്ധ കൊടുക്കാൻ സാധിച്ചാൽ അന്വയ വ്യതിരേകേണ നമ്മുടെ ഈ ശരീരം, മനസ്സ് തുടങ്ങിയ മണിമാലയിൽ ഇതൊക്കെ ഈ ഈശ്വരനാകുന്ന നൂലിൽ കോർത്തതാണ് എന്ന രീതിയിൽ വിവേകേന യാഥാർത്ഥ്യബോധത്താൽ ഉഷതാ ആത്മന മനസ്സിൽ ഒരു തെളിമ വരണം. തെളിമയാർന്ന മനസ്സുകൊണ്ട് ഈ ലോകത്തിൻ്റെ സർഗസ്ഥാന സമാംനായൈഹി സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളാകുന്ന കാര്യങ്ങളെ നിമിത്തമാക്കി വിമൃശദ്ഭിഹി ഈ ചിന്തയാണ് നമ്മെ ഈശ്വര സാക്ഷാത്കാരത്തിലേക്ക് നയിക്കുന്നത്. എത്രയൊക്കെ നിങ്ങൾ കേട്ടാലും ഇത് ജീവിതത്തിൽ ഇടയ്ക്കിടെയെങ്കിലും വെറുതെ ഇരിക്കുമ്പോഴോ യാത്രയിലോ
ഒക്കെ ഇതൊന്നും ചിന്തിച്ചില്ല എങ്കിൽ ഇത് വെറുതെ കേൾക്കുക മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതൊരു കേൾവി സുഖത്തിനപ്പുറത്തേക്ക് നമ്മുടെ ഉള്ളിൽ അതിനെക്കുറിച്ചുള്ള വിചാരം ചെയ്തില്ല എങ്കിൽ ഇത് ഉറച്ചു കിട്ടുകയില്ല. അതുകൊണ്ട് ഇങ്ങനെ വിമർശദ്ഭിഹി പരിചിന്തനം ചെയ്യുന്ന അസത്വരൈഹി ക്ഷമയോടെ വേണം ചെയ്യാൻ. ഇങ്ങനെ ക്ഷമാശീലം കൈമുതലാക്കിക്കൊണ്ട് ചെയ്താൽ ഇവരാൽ മൃഗ്യഹ അനുസന്ധാനം ചെയ്യപ്പെടുന്നതാണ്. അവർക്ക് തീർച്ചയായും ഒരു ദിവസം ഈ സത്യം തെളിയും. ഹരേ രാമ ഹരേ രാമ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ രാമ ഹരേ രാമ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ